USVR is equal to SVD of A. അപ്പോൾ ഇതാണ് Scilabൽ A എന്നൊരു മെട്രിക്സിന്റെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ USVയിലോട്ടാണ് ആ കറസ്പോണ്ടിങ് എയുടെ ആ കറസ്പോണ്ടിങ് വെക്ടേഴ്സ് സ്റ്റോർ ആവുന്നത്. എ എന്ന് പറയുന്ന സിംഗുലർ മെട്രിക്സ്, യുവും വിയും മറ്റു രണ്ട് മെട്രിക്സസ്. ആർ എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് ആണ്, റാങ്കും കൂടി നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് Scilabൽ പോയിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ഇങ്ങനെ എ ഇസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ SVD ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, USVR is equal to SVD of A. ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്ത് റൺ ചെയ്യാം. സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ അത് സേവ് ചെയ്തു. അപ്പോൾ അത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൺസോൾ വിൻഡോയിൽ പോയിട്ട് ഓരോന്നിൻ്റെയും വാല്യൂസ് ചെക്ക് ചെയ്യാം. നമ്മളവിടെ ക്യാപിറ്റൽ യു ആയിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. സോ നമുക്ക് ക്യാപിറ്റൽ യു ഇവിടെ എൻ്റർ ചെയ്യാം. എൻ്റർ കൊടുക്കുകയാണ്. സി ഇവിടെ യു എൻ്റർ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് യു വെക്ടർ നമുക്ക് കിട്ടും. നമുക്കിവിടെ ഓരോന്നായിട്ട് നോക്കാം. ഇനി അടുത്തത് ക്യാപിറ്റൽ എസ്, എൻ്റർ. സോ നമുക്ക് എസിന്റെ വാല്യൂസ് കിട്ടി. എസിന് രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്. കാര്യം ഇതൊരു സിംഗുലർ വെക്ടർ ആണ്, മാത്രമല്ല ഇവിടെ 3 റോസും 2 കോളംസും ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ രണ്ട് വാല്യൂസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് നമുക്ക് അടുത്ത ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അടുത്ത ക്യാപിറ്റൽ വി കൊടുക്കുകയാണ്. വിയുടെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വി നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ആർ, റാങ്ക്. സി റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ ഈ ഒരു ഫോമിലാണ് നമുക്ക് USVR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമുക്ക് ഐഗൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഐഗൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതൊരു പെർഫെക്റ്റ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് സ്ക്വയർ മെട്രിക്സ് അല്ല. അപ്പോൾ അതിനൊരു ചെറിയ ചേഞ്ച് വരുത്തി നമ്മൾ അതിനെ സ്ക്വയർ മെട്രിക്സ് ആക്കുന്നു. മെട്രിക്സിന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യണം. ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഇതിനെ സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് കൺസോൾ വിൻഡോയിൽ പോയിട്ട് ഇതിന്റെ വാല്യൂ നോക്കാം, ഐഗൻ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഐഗൻ വാല്യൂ കാണാനായിട്ട് നമ്മൾ EV കൊടുക്കുന്നു, എൻ്റർ. സോ നമ്മുടെ ഐഗൻ വാല്യൂ വന്നു. ഇതാണ് നമ്മൾ എൻ്റർ ചെയ്ത 3x3 മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. USVR നോക്കാം. യു ക്യാപിറ്റൽ യു ആയിരുന്നു, ക്യാപിറ്റൽ വി, നമുക്ക് എസിന്റെ വാല്യൂ നോക്കാം. ക്യാപിറ്റൽ എസ്, എൻ്റർ. സി നമുക്ക് ഇവിടെ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആയിട്ടാണ് വന്നത്. എസിന് 3 വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം 0 ആണ്. അപ്പൊ ഇതൊരു 3x3 എ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു 3x3 മെട്രിക്സ് ആയിരുന്നു കൊടുത്തത്. അപ്പൊ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 3 ആയിരുന്നു. അപ്പൊ നമുക്ക് 3 വാല്യൂസ് ഡയഗണൽ മെട്രിക്സിൽ കിട്ടി. നേരത്തെ കൊടുത്ത മെട്രിക്സിൽ നമുക്ക് 2 കോളംസേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് 2 വാല്യൂസ് മാത്രമേ എസിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ എസിന് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ ഡിക്രീസിങ് വാല്യൂസ് ആണ് എസിന് വരുന്നത്. ഇനി നമുക്ക് റാങ്ക് നോക്കാം. ക്യാപിറ്റൽ ആർ. സി റാങ്ക് ഇസ് 3 ഫോർ ദ മെട്രിക്സ് എ. സോ നമ്മൾ ഇവിടെ ഇത്ര നേരം കണ്ടത് എ എന്ന മെട്രിക്സിനെ USV എന്നൊരു വെക്ടർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് ഈ USVനെ നമ്മൾ തിരിച്ച് ഈ USV വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. USV വാല്യൂസിൽ നിന്നും എങ്ങനെ നമുക്ക് തിരിച്ച് എ കിട്ടാം? U ഇൻറ്റു എസ് ഇൻറ്റു വി ട്രാൻസ്പോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെട്രിക്സ് എ. സോ നമുക്ക് അത് നമുക്ക് ചെയ്ത് നോക്കാം. എ എടുത്തിരുന്നത് ഇങ്ങനെയായിരുന്നു. എ ഇസ് ഈക്വൽ ടു 2 1 1 സോറി ഇതായിരുന്നു നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ടൈപ്പ് ചെയ്ത എയുടെ മെട്രിക്സ് ഇങ്ങനെയായിരുന്നു. 2 3 5 1 3 6 ആൻഡ് 5 1 2. സോ നമ്മളിപ്പോൾ ഈ കിട്ടിയേക്കുന്ന US ആൻഡ് V വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഈ എ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമുക്ക് കൺസോൾ വിൻഡോയിൽ തന്നെ ചെയ്യാം. കൺസോൾ വിൻഡോയിൽ ഏതായാലും യു വിയുടെയും എസിന്റെയും വാല്യൂസ് ഉണ്ട്. സോ നമുക്ക് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്യാപിറ്റൽ യു ഇൻറ്റു ക്യാപിറ്റൽ വി ഇൻറ്റു ക്യാപിറ്റൽ വി അല്ല, ക്യാപിറ്റൽ എസ്